ഇത് വന്നിട്ട് സംജ്ഞാപ്രകരണമാണ്. സംജ്ഞാപ്രകരണത്തിൻ്റെ ഫസ്റ്റ് സൂത്രമാണ് ഏത്? ഈ ഹലന്ത്യം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹലന്ത്യത്തിൽ എന്താ പറയുന്നത്? അതായത് ഈ ഇത്തുകൾ, ഇത്ത് ഇത്ത് ഓക്കെ, ഇത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാഹേശ്വര സൂത്രങ്ങളുണ്ടാവില്ലേ, ഈ മാഹേശ്വര സൂത്രങ്ങളിലെ അവസാനത്തെ അക്ഷരങ്ങളാണ്. ഓക്കെ, മാഹേശ്വര സൂത്രങ്ങളിലെ അവസാനത്തെ അക്ഷരമാണ്. ഇപ്പോൾ ഒരു മാഹേശ്വര സൂത്രമാണ് ഏത്? ആ ഈ ഊ ണ് അല്ലേ, അയൂണ്. ഓക്കെ, അയൂണ്. ഇതിൽ ഈ ണ് എന്ന് പറയുന്നത് അതാണ്, ഈ ണ് ആണ് എന്ത്? ഇത്ത്. ഓക്കെ, ഈ ണ് ആണ് ഇത്ത്. അപ്പോൾ ഈ ഇത്ത് വിധിക്കുന്ന സൂത്രം, ഇത്ത് സംജ്ഞ വിധിക്കുന്ന സൂത്രമാണ് ഏത്? ഹലന്ത്യം. ഹല്ല് അവസാനത്തിൽ വരുമ്പോൾ അതെന്താവും? ഇത്താണ് എന്ന് പറയുന്നു. അതേപോലെ വേറൊരു സൂത്രമുണ്ട്, അത് ഞാൻ നോക്കിയിട്ട് അത് പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്ത സൂത്രം എന്ന് പറയുന്നത് ഓക്കെ, ഇതാണ് ഫസ്റ്റ് സൂത്രം. ഓക്കെ, ഹലന്ത്യം. ഇത്ത് സംജ്ഞ വിധിക്കുന്ന സൂത്രമാണ് ഏത്? ഹലന്ത്യം. ഇനി അടുത്തത് നമുക്കുള്ളത് ഹലന്ത്യം കഴിഞ്ഞ അദർശനം ലോപഃ. അദർശനം ലോപഃ. അദർശനം ലോപഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് പഠിച്ചല്ല, നമുക്ക് ലോപിച്ച് പോകും. അപ്പം നമ്മൾ ചിലതുമായിട്ട് സന്ധി ചേരുമ്പോൾ ചിലതുമായിട്ട് നമ്മൾ ചേരുമ്പോൾ അവിടെ എന്താണ്, ചില അക്ഷരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ലോപിച്ച് പോകുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് അദർശനം ലോപഃ എന്ന് പറയുന്ന സൂത്രം പറയണത്. പിന്നെ ഇതേപോലെ വേറൊരു സൂത്രമുണ്ട്, എന്ത്? തസ്യ ലോപഃ. അപ്പോൾ എവിടെയാണ് ഈ അദർശനം ലോപം വരുന്നത്, അവിടെ എന്ത് വരുന്നു? ഈ തസ്യ ലോപഹവും എന്ത് വരുന്നുണ്ട് എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാമത്തെ സൂത്രം. ഓക്കെ, രണ്ടാമത്തെ സൂത്രം ഏതാണ്? ലോപസപ്ന വിധിക്കുന്ന സൂത്രമാണ് ഏത്? അദർശന ലോപഹ്യം തസ്യ ലോപഹ്യം. മറ്റേത് വിധിക്കുന്ന സൂത്രം, അതായത് ഇത്ത് സപ്ന വിധിക്കുന്ന സൂത്രമാണ് ഏത്? ഹലന്ത്യം. ഓക്കെ, ഹലന്ത്യം. ഇനി നമുക്ക് അതിൽ പറയാനുള്ളത് ഇത്തല്ല, പ്രത്യാഹാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രത്യാഹാരങ്ങൾ, അതായത് ഒരു ഇത്തും അതിൻ്റെ അതായത് പ്രത്യാഹാരങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യാഹാരങ്ങൾ എന്താ ചോദിച്ചാൽ ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം കൂടി ചേരുന്നതാണ് എന്ത്? പ്രത്യാഹാരം. ഓക്കെ, ആദ്യത്തെ അക്ഷരം, ഒരു മിനിറ്റ്, ഓക്കെ, എന്താണ്? ആദ്യം അക്ഷരം പ്ലസ് അവസാനത്തെ അക്ഷരം എന്തിലറിയോ? മാഹേശ്വര സൂത്രത്തിൽ ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം. ഓക്കെ, ഇത് തമ്മിൽ ചേർന്നിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? പ്രത്യാഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, പ്രത്യാഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു മാഹേശ്വര സൂത്രത്തിലെ ആദ്യത്തെ അക്ഷരവും ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരം കൂടി ചേർത്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? പ്രത്യാഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ പ്രത്യാഹാരങ്ങൾ നമുക്കുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. ഒന്ന് വന്നിട്ട് ഫസ്റ്റ് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ അണൊരു പ്രത്യാഹാരമാണ്. ഓക്കെ, ഒരു പ്രത്യാഹാരം. ഫസ്റ്റ് തുടങ്ങുന്നത് ആ തൊട്ടാണ്, ആ തൊട്ട് ണ് വരെ. ഓക്കെ, ഒരു പ്രത്യാഹാരമാണ്. പിന്നെ ഇക്കൊരു പ്രത്യാഹാരമാണ്. പിന്നെ ഇയണൊരു പ്രത്യാഹാരമാണ്. പിന്നെ അച്ച്. ഓക്കെ, ഇതൊരു പ്രത്യാഹാരമാണ്. ഹല്ലൊരു പ്രത്യാഹാരമാണ്. ഓക്കെ, പക്ഷേ ഈ അച്ചിലും ഹല്ലിലും എന്താ വരുന്നത്? മൊത്തം വ്യഞ്ജനാക്ഷരങ്ങൾ ഹല്ലിൽ വരും, മൊത്തം സ്വരാക്ഷരങ്ങൾ അച്ചിൽ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രത്യാഹാരങ്ങൾ വരിക. ഇനി ഓക്കെ, അപ്പോൾ പ്രത്യാഹാരങ്ങൾ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് വിധിക്കുന്ന സൂത്രങ്ങൾ, പ്രത്യാഹാരങ്ങൾ വിധിക്കുന്ന സൂത്രമാണ് ഏത്? പ്രത്യാഹാരങ്ങൾ വിധിക്കുന്ന സൂത്രമാണ്
ആതിരന്ധ്യേന ആതിരന്ധ്യേന സഹേത എന്ന് പറയുന്ന സൂത്രം എന്ത് വിധിക്കുന്ന സൂത്രമാണ്? പ്രത്യാഹാരങ്ങൾ പറയുന്ന പ്രത്യാഹാരങ്ങൾ പറയുന്ന സൂത്രമാണ് ഏത്? ആതിരന്ധ്യേന സഹേത. ഓക്കെ, ഇനി നമുക്കിതിൽ അടുത്തത് നോക്കാനുള്ളത് മൊത്തം ഈ സംജ്ഞാപ്രകരണത്തിൽ ഇങ്ങനെയുള്ള കുറേ സൂത്രങ്ങൾ പഠിക്കുക. കാരണം നമുക്ക് ഇനി ആഫ്റ്റർ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളത് കാരണം ഇങ്ങനെയുള്ള സൂത്രങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി ഇതിൽ എന്താ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ ഉച്ചരിക്കുന്ന ശബ്ദങ്ങളെ ഇവിടെ 3 തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 3 തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നു. ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്നിങ്ങനെ പറഞ്ഞിട്ട് 3 ആക്കിയിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് വിധിക്കുന്ന സൂത്രമാണ് ഏത്? അത് വിധിക്കുന്ന സൂത്രമാണ് ഉകാലോ ഉകാലോ. നമ്മൾ പിരിക്കുമ്പോൾ ഇതിൽ എന്താ പറയുക, പിരിക്കുമ്പോൾ നമ്മൾ ഉകാലോ അച്ച് ഹ്രസ്വ ദീർഘ പ്ലുതഃ എന്നിങ്ങനെയാണ് വരിക. ഉകാലോ അച്ച് ഹ്രസ്വ ദീർഘ പ്ലുതഃ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നിച്ച് വായിക്കുക ഉകാലോ അച്ചസ് ഹ്രസ്വ ദീർഘ പ്ലുതഃ എന്ന് പറഞ്ഞിട്ട് വരും. അതായത് ഇവിടെ എന്താ പറയുക, നമ്മുടെ അച്ചിന് എത്ര തരം? 3 തരം ഡിവിഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അച്ചിന് 3 തരം ഡിവിഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ 3 തരം ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വന്നിട്ട് ഹ്രസ്വം, പിന്നെ ദീർഘം, പിന്നെ ഒന്ന് വന്നിട്ട് പ്ലുതം. ഓക്കെ, ഇത് ഏതിന് മാത്രം വരിക? അച്ചുകൾക്ക് മാത്രം, അതായത് സ്വരാക്ഷരങ്ങൾക്ക് മാത്രമാണ് എന്ത് വരും ഇങ്ങനെ, അതായത് ഈ ഹ്രസ്വം, ദീർഘം, പ്ലുതം എന്ന് പറയുന്ന ഡിവിഷൻസും വരും. ഓക്കെ, ഇതിൽ ഇനി ഈ ഹ്രസ്വം, ദീർഘം, പ്ലുതം എന്നതിനെ തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് പിന്നെയും നമ്മൾ ഇതിനെ ഓക്കെ, ഇതിന് നമ്മൾ പ്രത്യേകമായിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഏത്? ഉദാത്തം, ഓക്കെ, അതിനെ നമ്മൾ അതായത് ഈ ഹ്രസ്വം, ദീർഘം, പ്ലുതം എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ വീണ്ടും മൂന്നാക്കി തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഉദാത്തം, അനുദാത്തം, സ്വരിതം. ഓക്കെ, ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്നിങ്ങനെ 3 ആക്കിയിട്ട് നമ്മൾ എന്തിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? ഈ ഹ്രസ്വം, ദീർഘം, പ്ലുതം എന്ന് പറയുന്നതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതിൽ ഈ 3 കൂടാതെ ഇവിടെ എന്ത് വരുന്നുണ്ട്? അനുനാസിക ശബ്ദം, അനുനാസികവും പിന്നെ അനനുനാസികം എന്ന് പറയുന്ന ഡിവിഷനും വരുന്നുണ്ട്. ഓക്കെ, അനനുനാസികം എന്ന് പറയുന്ന ഡിവിഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ ഓക്കെ, ഈ ഡിവിഷൻസ് വരുന്നുണ്ട്. ഇതിൽ ഉദാത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു പാട്ട് പാടുകയാണെന്ന് വിചാരിച്ചാൽ അതിനെന്ത് ചെയ്യും? ലോ പിച്ച് ഉണ്ടാവും, ഹൈ പിച്ച് ഉണ്ടാവും, ലോ പിച്ച് ഉണ്ടാവും, ഹൈ പിച്ച് ഉണ്ടാവും. അതേപോലെ അതിൻ്റെ ഒരു മീഡിയം ആയിട്ടുള്ള റേഞ്ചും ഉണ്ടാവും. ഓക്കെ, ഇതിൽ ഉദാത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാത്തം വിധിക്കുന്ന സൂത്രം എന്ന് പറയുന്നു. ഉദാത്തം വിധിക്കുന്ന സൂത്രം എന്ന് പറയുന്നത് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഉച്ചൈരുദാത്തം. ഓക്കെ, ഉച്ചൈരുദാത്തം അതായത് എന്താ പറയുക, മീൻസ് കുറച്ച് എന്താ പറയുക, കുറച്ച്
സൗണ്ട് നമ്മൾ കൂട്ടിയിട്ടൊക്കെ ഹൈ പിച്ചിലൊക്കെ പറയുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഉദാത്ത ശബ്ദങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഉദാത്തം വിധിക്കുന്ന സൂത്രമാണ് ഏത്? ഉച്ചൈരുദാത്ത. ഓക്കെ, ഇനി അതേപോലെ അടുത്തതാണ് എന്ത്? അനുദാത്തം. ഓക്കെ, അതേപോലെയുള്ള മറ്റൊന്നാണ് അനുദാത്തം. അനുദാത്തം വിധിക്കുന്ന സൂത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുദാത്തം വിധിക്കുന്ന സൂത്രം നീച്ചൈരനുദാത്തം. ഓക്കെ, നീച്ചൈരനുദാത്തം. അനുദാത്തം വിധിക്കുന്ന സൂത്രമാണ് ഏത്? നീച്ചൈരനുദാത്തം. ഓക്കെ, ഇനി സമാഹാരമാണുള്ളത്. ഓക്കെ, നമുക്ക് ഇത് പഠിച്ച സമാഹാരം നമുക്ക് സുഖമായി കിട്ടും. കാരണം സമാഹാരം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് എന്ത്? സമാഹാരം എന്ന് പറയുന്നത്. ഓക്കെ, സമാഹാര സ്വരിത. ഓക്കെ, അതങ്ങനെ തന്നെയാണ് പറയുന്നത്. സ്വരിതം എന്നാണ്. അതായത് ഉദാത്തം, അനുദാത്തം, സ്വരിതം. ഈ സ്വരിതം ഈ സ്വരിതം വിധിക്കുന്ന സൂത്രമാണ് ഏത്? സമാഹാര സ്വരിത. ഓക്കെ, ഈ ഇത് വിധിക്കുന്ന സൂത്രമാണ് ഏത്? സമാഹാര സ്വരിത. അതായത് ഉദാത്ത അനുദാത്തത്തിൻ്റെ സമാഹാരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വരിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അതിൽ മൊത്തമായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൽ എന്താണ് ഈ ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്നീ പറയുന്നതിൽ നമ്മൾ പറഞ്ഞു ന്യാസിക, അനുനാസിക. ഓക്കെ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് എത്ര ഭേദങ്ങളുണ്ട് അറിയാം? 18 ഭേദങ്ങളുണ്ട്. അതായത് 18 ഭേദങ്ങളാണ് ഉള്ളത്. ഉദാത്തം, അനുദാത്തം, സ്വരിതം. ഉദാത്തം, അനുദാത്തം, സ്വരിതം. പിന്നെ അനുനാസിക, അനനുനാസിക. അതായത് ഇതിപ്പോൾ എങ്ങനെ വരും? ഉദാത്ത, അനുനാസിക, അനുദാത്ത, അനനുനാസികം. അങ്ങനെ അതായത് ഈ അനുനാസികവും അനനുനാസികവും ഈ 3 ഡിവിഷൻസിനും വരും. സോ അപ്പോൾ ഒന്നിൽ എത്ര എണ്ണം വരും? 16 ഇത് വരും. ഓക്കെ, 16 എണ്ണം അല്ല, മൊത്തം ഒന്നിൽ 6 എണ്ണം. ഒന്നിൽ എത്ര എണ്ണം വരും? 6 എണ്ണം വരും. അപ്പോൾ ഇതിന് 3 ഡിവിഷൻസ് ഉണ്ട്. അതായത് ഹ്രസ്വം, ദീർഘം, പ്ലുതം എന്നിങ്ങനെ 3 ഡിവിഷൻസ് വരുമ്പോൾ ഇത് 3 എണ്ണത്തിനും കൂടിയിട്ട് എത്ര ഡിവിഷൻസ് ആവും? 18 എണ്ണം വരും. ഓക്കെ, ഇതിന് 3 എണ്ണത്തിനും കൂടി 18 എണ്ണങ്ങൾ 18 വരും. പക്ഷെ ഇത് ഏതിനാ വരിക വെച്ചാൽ അച്ചുകൾക്ക് മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് വേറൊന്ന് നമുക്ക് നോക്കാനുള്ളത്, ഇനി വേറൊന്ന് നോക്കാനുള്ളത് ഈ എന്താ പറയുക, നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനത്തിന് എത്ര ഭേദങ്ങളെ ഉണ്ടാവുള്ളൂ? 12 ഭേദങ്ങളെ ഉണ്ടാവുള്ളൂ. അതിന് എന്തുണ്ടാവില്ല? ദീർഘം ഉണ്ടാവില്ല. ഓക്കെ, ദീർഘം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഈ എ പറയുന്ന സാധനത്തിനും എത്ര ഭേദങ്ങളെ ഉണ്ടാവുള്ളൂ? 12 ഉണ്ടാവുള്ളൂ. അതിനെന്തുണ്ടാവില്ല? ഹ്രസ്വം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇനി നമുക്ക് അടുത്തത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്തത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഈ തുല്യാസ്യ പ്രയത്നം, സവർണ സ്വപ്ന വിധിക്കുന്ന സൂത്രം, അതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന് മുൻപുള്ള സൂത്രങ്ങൾ. ഓക്കെ.